പുതിയൊരു ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് നേരത്തെയാണിന്ന്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കിവിടെ നേരം വെളുത്തിട്ടേ ഉള്ളൂ. അതായത് രാവിലെ 10:45 ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഉച്ചതിരിഞ്ഞ് ചായയുടെ സമയമൊക്കെ എന്ന് വിചാരിക്കുന്നു. ആരെയും കാണുന്നില്ല. ഇന്ന് ലൈവിന് വരാനുണ്ടായ കാരണം ഞാൻ രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു കപ്പ് കാപ്പിയും പിന്നെ നമ്മുടെ മലയാളി വാർത്ത ഇൻസൈഡോ മറുനാടനോ അല്ലെങ്കിൽ അവരാരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് കൂടുതലും ശ്രദ്ധിക്കാറ്. മെയിൻ മാധ്യമങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറേയില്ല. കാരണം അത് കല്ലുവെച്ച നുണ പറയുന്ന ഒരു ടീമുകളായിട്ട് മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അമ്മ എന്ന സംഘടനയിൽ സ്ത്രീകൾ ഏറ്റെടുത്ത് ഇപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ഹേമ കമ്മിറ്റി പിന്നെ ആ പരിപാടികൾക്കൊക്കെ ശേഷം അമ്മ എന്ന സംഘടനയിൽ മമ്മൂട്ടി മോഹൻലാലൊക്കെ ജീവനും കൊണ്ട് ഓടിയതാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതിനുശേഷം ഇപ്പോ അമ്മ സംഘടന ശ്വേതാ മേനോൻ പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ആയിട്ട് കുക്കു പരമേശ്വരനും. കാരണം ശ്വേതാ മേനോൻ കുക്കു പരമേശ്വരൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വളരെ കാലങ്ങളായിട്ട് ചിരപരിചിതരായിട്ടുള്ള സ്ത്രീ രത്നങ്ങളാണ്. അപ്പോൾ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ അമ്മ സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എറണാകുളത്ത് അമ്മയുടെ ഒരു ഫാമിലി മീറ്റ്, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, അവരുടെ എന്താ പറയാ അഭിനേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും കൂടി ചേർന്ന ഒരു ഫാമിലി മീറ്റ് പരിപാടിയിൽ സുരേഷ് ഗോപി സാറൊക്കെ പങ്കെടുത്തിരുന്നു. ആ പരിപാടിയിൽ പിന്നെ വെച്ചിട്ട് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ പങ്കെടുത്ത അതിഗംഭീരമായൊരു പരിപാടിയായിരുന്നു. അപ്പോ മമ്മൂട്ടിയും മോഹൻലാലും വരാന്ന് പറഞ്ഞ സമയത്തിന്റെ പറഞ്ഞതിനേക്കാൾ മുൻപ് അവരെത്തിച്ചേർന്നതിന്റെ ഫലമായിട്ട് അതിനകത്ത് നടന്നിരുന്ന ഫാഷൻ ഷോകളും കലാപരിപാടികളും എല്ലാം ചിലത് കുറച്ച് നേരത്തെ ആക്കേണ്ടി വന്നു, ചിലത് കുറച്ച് വൈകേണ്ടി വന്നു. അങ്ങനെ അതിപ്പം സ്വാഭാവികമായിട്ടും ആർക്കും മനസ്സിലാവും. ഒരു സംഘടന എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രോഗ്രാം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പ്രോഗ്രാമുകളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യേണ്ടത് സ്വാഭാവികമാണ്. അപ്പോ അതില് അത്രയ്ക്ക് അങ്ങോട്ട് കല്ല് കടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ആ സംഘടനയിൽ ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. ആ സംഘടനയിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, പലതും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം അതൊരു വ്യക്തിയല്ല, ഒരു സംഘടനയാണ്. ആ സംഘടനയിൽ പല അഭിപ്രായങ്ങളും പലതരത്തിലുള്ള കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളും സർവ്വസാധാരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ ഫാഷൻ ഷോയുടെ ചുമതല നമ്മുടെ നടിയായിരുന്ന എന്താണ് അവരുടെ പേര്, നീനാ കുറുപ്പ്. ഈ നീനാ കുറുപ്പിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നീനാ കുറുപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലം തൊട്ട് ഒരു അത്ഭുത വസ്തുവാണ് ഈ നീനാ കുറുപ്പ്. എന്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ ഇവരെ കാണുമ്പോഴും അവർക്ക് അന്നും ഒരു വയസ്സാണ്, ഇപ്പോഴും അവരെ കാണുമ്പോഴും അവർക്ക് ഇപ്പോഴും ആ ഒരു വയസ്സാണ്. അതായത് നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരു കൊട്ട എന്ന് പറയുന്ന പോലെയാണ് നീനാ കുറുപ്പിന്റെ ഒരവസ്ഥ. നല്ലൊരു നടി കൂടിയാണ് അവര്, നല്ലൊരു സ്ത്രീയാണ്. അവരെ കുറിച്ച് ഇന്ന് വരെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതായത് നീനാ കുറുപ്പ് എന്ന് പറയുന്ന നടിയെ കുറിച്ച് ഇന്നത്തെ തീയതി വരെ ഒരു സ്ഥലത്തും ഞാൻ അങ്ങനെ ഒരു ഗോസിപ്പോ അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു പ്രസ്താവനകളോ യാതൊന്നും ഞാൻ അവരെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല. ഇനി ഈ ഫാഷൻ ഷോയുടെ ചുമതല അവർക്കാണെന്നുണ്ടെങ്കിൽ കലാപരിപാടികളുടെ ചുമതല നമ്മുടെ ലക്ഷ്മി പ്രിയയ്ക്കായിരുന്നു. ലക്ഷ്മി പ്രിയ നിങ്ങൾക്കറിയാലോ, ഒരു മുസ്ലിമായിരുന്ന ഒരാള്, ഒരു സ്ത്രീ ഇപ്പോ അതൊരു ഹിന്ദു സനാതന ധർമ്മത്തിലേക്ക് വന്നിട്ട് അങ്ങനെയാണ് അവരുടെ കുട്ടിക്കാലം അല്ലെങ്കിൽ അവരുടെ ചെറുപ്പം ഒരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ചതാണ് ലക്ഷ്മി പ്രിയ എന്നാണ് എന്റെ അറിവ്. ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ഈ സനാതന ധർമ്മത്തിലും ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഈ സ്ത്രീയെ കുറിച്ചിട്ട് ഇവര് നമ്മുടെ ഹിന്ദുത്വത്തിലേക്ക് വന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ കണ്ട് അതോട് കൂടിയിട്ട് ഒരു ബഹുമാനത്തോടൊക്കെ കൂടി നോക്കി കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ലക്ഷ്മി പ്രിയ. അത് ഈ ലക്ഷ്മി പ്രിയയെ ഞാൻ വ്യക്തിപരമായിട്ട് ശ്രദ്ധിച്ചത് എന്താണെന്ന് വന്നാൽ അവര് നമ്മുടെ ബിഗ് ബോസിൽ അഭിനയിച്ചിരുന്നു, ബിഗ് ബോസിൽ പങ്കെടുത്ത സമയത്ത് ഞാൻ ഇവരെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ മനസ്സിൽ ഒരുപാട് ബഹുമാനമൊക്കെ കൊടുത്ത് നല്ലൊരു നടിയായിട്ട് അവര് വന്നു, അവര് ഒരു സനാതന ധർമ്മിയായിട്ട് ഇപ്പോ വളരെ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ അങ്ങേയറ്റം ബഹുമാനം കൊടുത്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ ലക്ഷ്മി പ്രിയ. ഈ ലക്ഷ്മി പ്രിയയെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് ഈ ബിഗ് ബോസില് അവര് കാലും കയറ്റി വെച്ചിരുന്നിട്ട് കാർക്കിച്ച് തുപ്പുന്ന ഒരു സീനുണ്ട്. നിങ്ങൾക്ക് ഇന്നും യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണാത്തവർക്ക് കാണാൻ പറ്റും. ആ ബിഗ് ബോസിൽ പലതരത്തിലുള്ള പരിപാടികൾ നടക്കാറുണ്ട്. ഒരിക്കലും ഒരു മേന്മയുള്ള ഒരു സംഗതിയല്ല ഈ ബിഗ് ബോസിന്റെ പരിപാടിയിൽ. എനിക്ക് അതിലൊരിക്കലും ഒരു മേന്മയായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ അതും ഓരോരുത്തരുടെ
പേഴ്സണൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു എന്നുള്ളത് ഒഴിച്ചാൽ നമ്മളത് കാണണ്ടെന്നുണ്ടെങ്കിൽ കാണണ്ട. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. അപ്പൊ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് ഈ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്നവരെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ എന്റെ മനസ്സിൽ നിന്ന് പോകാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല്, അതിനകത്ത് ചെറിയൊരു തർക്കമുണ്ടായിട്ട് ഈ സ്ത്രീ കാലും കയറ്റിയിരുന്നിട്ട് കാർക്കിച്ച് നീട്ടി തുപ്പുന്ന ഒരു സീനുണ്ട്. എന്റെ പൊന്നും പിന്നെ കൂട്ടുകാരെ, നമ്മളത് ജീവിതത്തിൽ ഒരാളത് കണ്ടാൽ മറക്കില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് രണ്ടാമത് ഞാൻ ഇവരെ നോട്ട് ചെയ്തത് നമ്മുടെ എന്താണ് പറയാ, സന്ദീപ് വാചസ്പതി ഏതോ ഒരു RSSന്റെയോ BJPയുടെയോ ഏതൊരു പ്രോഗ്രാമിന് ഇവരെ വിളിച്ചിട്ട്, അപ്പൊ ഇവരൊരു BJP അനുഭാവി RSSന്റെ സംഘിണി എന്ന രീതിയിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോ ആ BJPയുടെയോ RSSന്റെയോ ബന്ധമുള്ള ഒരു പരിപാടിക്ക് ഇവരെ ക്ഷണിച്ചിട്ട് ആ പരിപാടി സന്ദീപ് വാചസ്പതിയാണ് ആ പരിപാടി ഏൽപ്പിച്ചു കൊടുത്തത്. അദ്ദേഹം എന്തോ ഒരു ഫോൺ കോളില് തമ്മിലുള്ള പരിചയം കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. അന്നത്തെ ആ ന്യൂസ് കേട്ടിട്ട് ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, സന്ദീപ് വാചസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഇവർക്ക് കൊടുത്ത പൈസ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട്, അതായത് ഒരു സംഘടനയുടെ പരിപാടിക്ക് അവര് ഏറ്റെടുത്തിട്ട് അവർക്ക് പെട്രോൾ ചാർജ് കൊടുത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള പെട്രോൾ ചാർജ് കൊടുത്തില്ല. അത് മാത്രമല്ല, ആ സംഘടനയിൽ വന്നിട്ട് അവർ പറഞ്ഞു വെച്ചിട്ടുള്ള പ്രതിഫലം കുറഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് ഈ പ്രതിഫലം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയൊരു വിവാദ പോസ്റ്റ് ആക്കിയിട്ട് സന്ദീപ് വാചസ്പതി അടക്കം ചീത്ത വിളിച്ചിട്ട് ഈ സ്ത്രീ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോ നമ്മളെല്ലാവരും പൊതുവായിട്ട് നോക്കി കാണുമ്പോൾ ഓരോരോ വ്യക്തികൾക്ക് നമ്മൾ ഓരോരോ സ്ഥാനങ്ങളും സ്ഥാനമാനങ്ങളും ബഹുമാനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. സാധാരണ നമ്മുടെ ഒരു കോമൺ സെൻസ് അങ്ങനെയാണ് മനുഷ്യന്റെ. അപ്പൊ ഞാൻ എപ്പോഴും ഈ സോഷ്യൽ മീഡിയയില് ഏറ്റവും കൂടുതൽ മാർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിപരമായിട്ട് ഈ പറയുന്ന സന്ദീപ് വാചസ്പതി. സന്ദീപ് വാര്യരല്ല കേട്ടോ, സന്ദീപ് വാചസ്പതി നമ്മുടെ ചങ്കാണ്. സന്ദീപ് വാചസ്പതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വായ തുറന്ന് സംസാരിക്കുന്നതും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അറിവും ആ പാണ്ഡിത്യവും എല്ലാം കൂടെ ഒരു വലിയൊരു ലൈബ്രറി പോലെയാണ് എനിക്ക് അദ്ദേഹത്തെ എപ്പോഴും ഞാൻ നോക്കിക്കണ്ടിട്ടുള്ളത്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ മനുഷ്യനെ ഈ സ്ത്രീ ചീത്ത വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ കേട്ടാൽ, അത് എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ ഇപ്പൊ മനസ്സിലാവും. കാരണം ഇതിനകത്ത് പിന്നെ പ്രതിഫലം കുറഞ്ഞു പോയി, ഇയാളാണ് അതെന്നെ ഏൽപ്പിച്ചത്, ഇയാൾ എനിക്ക് തരേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് ഭയങ്കര തർക്കമായിരുന്നു. അപ്പൊ അത് രണ്ടാമത്തെ കാര്യം. ഇപ്പൊ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ കാണുമ്പോൾ എന്നാലും നമ്മൾ ആരെ കുറിച്ച് വിമർശിക്കാനും പോവാറില്ല. ആരെങ്കിലും എന്തെങ്കിലും ഏത് വഴിക്ക് പോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ നിന്നിരുന്നു. ഇന്നിപ്പം മറുനാടൻ തുറന്ന വഴിക്ക് ആദ്യമായിട്ട് കിടക്കുന്നത് അമ്മ സംഘടനയിലെ പൊട്ടിത്തെറിയാണ്. അതായത് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇപ്പൊ ഈ ഫാഷൻ ഷോയ്ക്ക് നീന കുറുപ്പിനാണ് ഫാഷൻ ഷോയ്ക്ക് ചുമതല എന്നുണ്ടെങ്കിൽ കലാപരിപാടികൾക്ക് ഈ ലക്ഷ്മിപ്രിയയ്ക്കായിരുന്നു ചുമതല കൊടുത്തിരുന്നതെന്ന് പറയുന്നു. അപ്പോ സാധാരണ നമ്മൾ ഈ സംഘടന സ്ത്രീകൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഏതൊരു കാര്യങ്ങൾക്കും ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും ഒരു സ്ത്രീയാണ്, ഒരിക്കലും ഞാൻ സ്ത്രീകളെ അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പറഞ്ഞ സംഭവത്തില് ഈ സ്ത്രീകളാണ് ഇതിന്റെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ 2 തല ചേർന്നാലും 4 പിന്നെ സംഭവം ചേരില്ലെന്നുള്ള രീതിയിലുള്ള അവസ്ഥ വരുമായിരിക്കും ഈശ്വര എന്നൊക്കെ ഞാൻ വിചാരിച്ചിങ്ങനെ ഇരുന്ന് വലിയ കുഴപ്പമൊന്നുമില്ലാതെ തട്ടുമുട്ടൊന്നുമില്ലാതെ അവരുടെ കെയർ ഓഫിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ ചീഞ്ഞതിന്റെ കൂടെ കിടന്നാല് ബാക്കിയുള്ളതും കൂടെ പെട്ടെന്ന് ചീയെന്ന് പറയും സാധാരണ, അല്ലെ? ചീച്ചല് പറ്റും. ഒരെണ്ണം ചീഞ്ഞത് കിടന്നാൽ മതി, അല്ലെങ്കിൽ ഒരെണ്ണം ചീഞ്ഞത് വലതുകാലം വെച്ച് കയറി കഴിഞ്ഞാൽ ബാക്കി ആ കൂട്ടത്തിൽ കിടക്കുന്നത് മുഴുവനും ചീഞ്ഞു പോകുന്നുള്ളതാണ് ഒരു സാധാരണ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സംഘടന വലിയ തട്ടുമുട്ടൊന്നും ഇല്ലാതെ വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ കാലെടുത്ത് വെച്ചു. ആ കാലെടുത്ത് വെച്ചതേ അവിടെ ഗംഭീര പൊട്ടിത്തെറി. സംഗതി നിസാരമാണ്. ഈ ഫാഷൻ ഷോയും കലാപരിപാടികളൊക്കെ തമ്മിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. കാരണം മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന 2 സൂപ്പർ സ്റ്റാറുകളുടെ നേരത്തെയുള്ള ആഗമനമാണ് അതിന് കാരണമെന്ന് പറയുന്നു. എനിവേ, എന്താണെങ്കിലും ശരി, ഒരു സംഘടനയായാൽ ആ സംഘടനയിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളോ ബുദ്ധിമുട്ടുകളോ വന്നു കഴിഞ്ഞാൽ അത് ആ സംഘടനയിൽ ചുമതലയുള്ളവർ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് ആ സംഘടനയിലുള്ളവരുടെ ഉത്തരവാദിത്വമാണ്. അത് മാത്രമല്ല, ഈ സംഘടനയിൽ ഒരു സംഗതി നടന്നാൽ, ഒരു പ്രശ്നമുണ്ടായാൽ, അവിടെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടായാൽ അത് മറ്റുള്ളവർ കേൾക്കാതെ അത് പരിഹരിക്കേണ്ടതും ആ സംഘടനയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ കഴിവാണത്. അതാണ് ഒരു നേതൃപാഠവം. ഒരു നേതൃപാഠവം എന്ന് പറഞ്ഞാൽ ആ സംഘടനയിൽ നിൽക്കുന്ന കാര്യങ്ങൾ പുറത്ത് അതിന്റെ പുഴുക്കുത്ത് കാണിക്കാതെ ഭംഗിയായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ അത് അവിടെ തന്നെ ആരും അറിയാതെ പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സഹിഷ്ണുതാ മനോഭാവം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ ഈ സംഘടനയിൽ ഇദ്ദേഹം വന്നിട്ട് ഈ കലാപരിപാടികളിലെ ലക്ഷ്മിപ്രിയയുടെ പരിപാടിയിൽ എന്തോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് വന്നതിന് നീന കുറുപ്പ് എന്ന് പറയുന്ന സ്ത്രീയെ ഇവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള
പിന്നെ പ്രശ്നത്തില് ഈ ലക്ഷ്മി പ്രിയ വിളിച്ച തെറികൾ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് കേട്ടോളൂ, കൂടുതലൊന്നും കേൾക്കണ്ട. ഇന്ന് മാതൃഭാഷാ ദിനമാണ്. ആ ദിവസമായിട്ട് ഞാൻ നിങ്ങളെ ഇതാണോ കേൾപ്പിക്കുന്നതെന്നൊന്നും പറയരുത് പ്ലീസ്. ഇത് കേൾക്കാതിരുന്നാൽ ശരിയാവില്ല. ഇവരുടെ ഒരു സ്വഭാവം ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കേട്ടു നോക്കൂ. കുറുപ്പേ, മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ, ഗതി കിട്ടാതെ നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങൾ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരിക്കൽ ഞാൻ കേന്ദ്രമന്ത്രിയടക്കം പങ്കെടുത്ത ഒരു കലാപരിപാടിയില് ഒരു സ്ത്രീ പറയുന്നതാണ്, ഒരു പരിപാടിയിൽ ചെറിയൊരു മാറ്റം വന്നപ്പോഴത്തേക്കും പറയുന്നത് എന്താണെന്നറിയോ? ഈ പരിപാടിയിൽ നിങ്ങൾ പുഴുത്തേ ചാവുള്ളൂ എന്ന്. ഇതിലും ഭേദം തൊഴിലുറപ്പാണ്. തൊഴിലുറപ്പ് സംഘടനയിലെ സ്ത്രീകൾക്ക് ഇതിനേക്കാൾ, ഞാൻ അവരെ ഒരിക്കലും ആക്ഷേപിച്ച് പറയല്ല, അവർക്ക് ഇതിനേക്കാൾ മഹിമയുണ്ട്, അവർക്ക് ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉണ്ട്, അവർ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡിലാണ് ബിഹേവ് ചെയ്യാറ്. സത്യമായിട്ടും അവരുടെ ഒരു ഗ്രാമീണ ശൈലിയിലാണെന്നുണ്ടെങ്കിൽ കൂടിയിട്ടും അവർക്കൊക്കെ ഇതിനേക്കാളൊക്കെ മാന്യതയുണ്ട്. ഇത് പറയുന്നത് നീന കുറുപ്പ് ഒരു സംഘടനയിലെ ഒരു പരിപാടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ചേഞ്ച് ചെയ്യേണ്ടി വന്നപ്പോൾ നീന കുറുപ്പ് എന്ന സ്ത്രീയെ നിങ്ങൾ പുഴുത്തേ ചാവുള്ളൂ എന്ന്. നമ്മൾ ആരെങ്കിലും ആണോ ഒരാളുടെ മരണം തീരുമാനിക്കുന്നത്? നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണോ? ഒരിക്കലുമല്ല. എനിക്കൊരു കോപ്പുമില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നതാണ് ഒരു കോപ്പുമില്ല എന്ന്. തുടർന്ന് കേട്ടു നോക്കൂ. ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്? എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാവല്ലോ. ആ കൊച്ചിന് കോസ്റ്റ്യൂം ഇട്ട് നിന്നൊരു കൊച്ചിനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായിട്ട് സ്റ്റേജിൽ കയറാനോ, വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളടുത്ത് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം. മോഹൻലാലിന്റെ അടുത്ത് നിൽക്കാനോ മമ്മൂട്ടിയുടെ അടുത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ സ്ത്രീയെ? അതായത് ഈ ലക്ഷ്മിപ്രിയയെ ജനിപ്പിക്കാൻ വേണ്ടി ഇവരുടെ മാതാപിതാക്കൾ ചിന്തിക്കുന്നതിന് മുമ്പേ ഈ ഇൻഡസ്ട്രിയിലുള്ള ആളാണ് നീന കുറുപ്പ്. ചിന്തിക്കണം. നമ്മൾ ആരോട് എങ്ങനെയാ സംസാരിക്കുന്നതെന്നുള്ള രീതിയിൽ നിങ്ങളും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. നീന കുറുപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടിക്കാലത്ത് കാണുന്നതാണ് ഞാൻ ആ സ്ത്രീയെ. ഇവരുടെയൊക്കെ അമ്മയുടെ പ്രായം ഉണ്ടാവും അവർക്കിപ്പോ പ്രായം തോന്നുന്നില്ലെന്നുള്ളത് അവരുടെ കുറ്റമല്ലല്ലോ. ആ സ്ത്രീയോടാണ് ഇവര് ചോദിക്കുന്നത്. ഇന്ന് പടിമുളച്ച് കയറി വന്ന ഇവര് ചോദിക്കുന്നത്, സ്ത്രീയെ നിങ്ങൾ പട്ടിഷോയല്ലേ കാണിക്കുന്നത്? നിങ്ങൾക്ക് ലാലേട്ടിന്റെ അടുത്ത് നിൽക്കാൻ പറ്റിയോ? നിങ്ങൾക്ക് ലാലേട്ടിന്റെ അടുത്ത് മുട്ടാൻ പറ്റിയോ എന്നൊക്കെയാണ് ഇവരുടെ ചോദ്യം. എത്രത്തോളം വൃത്തികേടാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കാണിച്ചത് നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്. നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോണ്ടല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ. മനസ്സിലായോ? വിഷമാണ് നിങ്ങൾ. നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്. മനസ്സിലായോ? ഈ പാവ കൊച്ച് പ്രോഗ്രാമിന് വേണ്ടിട്ട് അത് ഒരുങ്ങി നിന്നിട്ട് ഇത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഐറ്റം? നിങ്ങൾക്ക് ജലസ് കൊണ്ട് മാത്രമാണ്. ആ കൊച്ചിന് എന്നെ ആ വിവരം അറിയിക്കാനുള്ളൊരു സമയം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്താണ് നിങ്ങളെന്താ മനസ്സൊന്ന് പൊട്ടി വീണതാണോ? നിങ്ങളുടെ തലയിൽ കൂടെ ആണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നീന കുറുപ്പേ, നിങ്ങൾ പറ. നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന്റെ സമാധാനം പറയിപ്പിക്കും. മനസ്സിലായോ? നിങ്ങൾ കരയും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ? പറ. നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കേണ്ടത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കേണ്ടത്. നിങ്ങൾ ഒറ്റയൊരുത്തി ഇലക്ഷന് മുമ്പ് ഞങ്ങൾക്ക് ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് നിങ്ങളോട് ഇഷ്ടമുണ്ടോ സ്ത്രീയേത്? ഈ ബഹുവചനം എങ്ങനെയാ ശരിയാവുക? മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളുടെ അളവുപോലെ ഈ ലക്ഷ്മിപ്രിയയുടെ കയ്യിലാണോ? മറ്റുള്ളവർ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ലക്ഷ്മിപ്രിയയുടെ കയ്യിലാണോ അളവുപോലെ ഇരിക്കുന്നത്? ഇവർക്ക് പറയണമെങ്കിൽ ഇവരുടെ വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ മാത്രം പോരെ. അമ്മ സംഘടനയിലുള്ളവര് ഞങ്ങൾക്ക് നിങ്ങളെ എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന്. ഒരു കൊച്ചിന് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റിയില്ല, ശരിയാണ്. ഒരു പരിപാടിയിലോ അത് ഏതൊക്കെ മത്സരങ്ങൾ നടക്കുമ്പോഴും പല പരിപാടികളിൽ നമുക്ക് പല മത്സരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റേണ്ട ഗതികേടുകളൊക്കെ വരാറുണ്ട്. അതിനാണോ ഒരു സ്ത്രീയെ ഇതിനു മാത്രം കടുത്ത ഭാഷയിൽ ഇവർ വിളിക്കുന്ന ഈ ഇത്രയും, അതായത് മായും പൂവും കായും എന്നൊക്കെ പറയുമ്പോൾ എവിടെ വരെ എത്തി? ഇത് മാർക്കറ്റൊക്കെ മാറി നിൽക്കണം. ഇത് നമ്മുടെ ശക്തനപുരം മാർക്കറ്റൊന്നുമല്ല, ഒന്നുമല്ല. കാരണം അവിടെയൊക്കെ വളരെ ഈസി ആയിട്ട് പറയുന്ന കുറെ സംഭവങ്ങളാണ് ഇപ്പൊ ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന അതായത് ഒരു അഭിനേത്രി, ഒരു കലാകാരി എന്ന് പറഞ്ഞാല് ഈശ്വരന്റെ കയ്യൊപ്പ് പതിഞ്ഞതാണ് ഓരോ കലാകാരന്മാരും കലാകാരികളും എന്നാണ് നമ്മൾ പറയാ സാധാരണ. ഇതിനൊക്കെ ഈശ്വരന്റെ കയ്യൊപ്പല്ല. ഇതിനൊക്കെ ആരുടെ കയ്യൊപ്പാണ്? രാക്ഷസിയുടെ കയ്യൊപ്പാണോ പതിഞ്ഞത്? എനിക്ക് ഒരു നിശ്ചയവും ഇല്ല.
അടുത്തതും കൂടെ കേൾക്കൂ. എല്ലാ മനുഷ്യരെ നിങ്ങൾ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. ലക്ഷ്മി പ്രിയക്ക് വോട്ട് കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കത് പുല്ലായതുകൊണ്ടുണ്ടല്ലോ, ഈശ്വരനാണ്, നീനാക്കുറിപ്പല്ല ലക്ഷ്മി പ്രിയയുടെ ജാതകം എഴുതുന്നത്. മനസ്സിലായോ? നീനാക്കുറിപ്പിന് ഒരു കുണ്ടേ സാധിക്കില്ല ഈ ലോകത്ത്. നിങ്ങൾ ഈ ഇത്രയും വലിയൊരു പ്ലാനറ്റില് നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ്, നമ്മൾ ആരാണ്, അത് നിങ്ങൾ വിചാരിക്കണം. നിങ്ങളുടെ പിന്നെ അങ്ങനെ ഒരു തവളയ്ക്കൊരു വിചാരമുണ്ട്, പൊട്ടക്കുഴിയിലെ തവളയ്ക്ക് ഇതാണ് സ്വർഗലോകം എന്ന്. നിങ്ങൾ എന്താ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു, മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, അതിലിടപെടുന്നു, ഇതിലിടപെടുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഈ ഇത്രയും 16 അംഗങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ? സ്ത്രീയെ അവനവനെ ഏൽപ്പിക്കുന്ന ജോലി അവനവൻ ചെയ്യണം. മനസ്സിലായോ? ഞങ്ങൾ ഇത്ര ആൾക്കാരുടെ ശാപം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ആദ്യം ഞങ്ങളുടെ ആ പ്രോഗ്രാമിനെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഞാനാണ് നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിടാതെ തടസ്സപ്പെടുത്തി പിടിച്ചു വെച്ചാൽ നിങ്ങൾ ചെയ്ത് ഒട്ടും മര്യാദയായില്ല. പിന്നെ നിങ്ങൾ അറിയിക്കുന്ന രീതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലും. അതായത് ആ സ്ത്രീക്ക് ഒരു കഴിവുമില്ല, അവർക്ക് അഭിനയിക്കാൻ കഴിവില്ല, അവരെ കാണാൻ പിന്നെ വൃത്തിയില്ല, അവർക്ക് എന്ത് കഴിവുണ്ട്, നിങ്ങൾ ആരാണെന്നാ നിങ്ങളുടെ വിചാരം. അപ്പൊ അതേപോലെ ഈ ശാപങ്ങൾ ഇങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കുമ്പോ ഒരു വിരലാണ് അവരുടെ നേരെ ചൂണ്ടുന്നുള്ളൂ, ബാക്കി 4 വിരലും ഈ ലക്ഷ്മിപ്രിയ സ്വയമാണ് തിരിയുന്നതെന്ന് ഈ മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസെങ്കിലും ഈ കൊച്ചിനുണ്ടോ? എനിക്കറിയാൻ പാടില്ല. കൊച്ചൊന്നുമല്ല, മുതുകിയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു ധാരണയുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് സൗന്ദര്യമുണ്ടെന്ന്, നിങ്ങൾ ഇന്നും സ്ലിം ആയിട്ടിരിക്കുന്നു, നിങ്ങളെ കണ്ട പ്രായം തോന്നില്ലെന്ന്. ഇതൊക്കെ പറയുന്നുണ്ട് ഇതിനിടയ്ക്ക്. വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപം കൂടിയിട്ടാണ് പറയുന്നത്. എനിക്ക് തടിയുണ്ടെങ്കിലും എനിക്ക് അതെന്റെ പ്രശ്നം, അത് ഞാൻ സഹിച്ചു. അത് മാത്രമല്ല, നിങ്ങൾ സ്ലിം ആയിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് പ്രായം തോന്നില്ല, അതൊക്കെ നിങ്ങളുടെ അഹങ്കാരമാണെന്നാണ്. അതൊക്കെ ഒരു അഹങ്കാരമൊന്നുമല്ല, കഴിവൊന്നുമല്ല. ഞാനൊരു 2-2.5 മണിക്കൂറൊക്കെ സ്റ്റേജിൽ നിന്നിട്ട് നിലവിൽ നിന്നിട്ട് നാടകം കളിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് എന്ത് കഴിവുണ്ട് സ്ത്രീയെ എന്ന് ഒരാളുടെ നേരെ വിരൽ ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇത്രയും കാലങ്ങളായിട്ട് ഫിലിം ഇൻഡസ്ട്രിയില് എന്റെ കുട്ടിക്കാലം തൊട്ട്, എനിക്ക് 57 വയസ്സായി പൊന്നു സുഹൃത്തുക്കളെ, ഇത്രയും വർഷമായിട്ട് ഈ നീനാക്കുറുപ്പ് എന്ന് പറയുന്ന അഭിനേത്രി നമ്മുടെ ഓരോ സിനിമകളിലും ഓരോരോ ചെറിയ ചെറിയ പ്രോഗ്രാമുകളിലൊക്കെ കണ്ടും കേട്ടും എനിക്ക് അവരെ ഒത്തിരി വ്യക്തിപരമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിലും എനിക്ക് അവരെ വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. ആ ഒരു പിന്നെ അഭിനേത്രിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ഇന്ന് കയറി വന്ന ഇന്നലെ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തകരാന്ന് പറയുന്ന പോലത്തെ ഈ സ്ത്രീ സംസാരിക്കുന്നത്. എത്രത്തോളം നീചമായിട്ടാ പറയുന്നതെന്നറിയോ? എത്രത്തോളം തരം താഴ്ത്തിയിട്ടാ സംസാരിക്കുന്നത്. ഇവരെല്ലാവരും ഒരു കുടുംബമാണെന്ന് ആലോചിക്കണം. ഒരു കുടുംബത്താണ് ഇത് നടക്കുന്നത്, അല്ലാതെ അപ്പുറത്തും 2 സംഘടനകൾ തമ്മിലല്ല. ഒരു സംഘടനയിൽ പങ്കെടുക്കുന്ന, ഒരു സംഘടനയിൽ ഒരുമിച്ച് നിൽക്കുന്ന ഇവര് തമ്മിലാണ് ഈ സംഗതി. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. കുറച്ചും കൂടെ കേൾക്കൂ. അന്ന് നിങ്ങളാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിന് ഞങ്ങൾ 16 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? നിങ്ങൾ എന്താ കടന്ന് കാണിച്ചത്? അവനവനൊന്ന് ഒതുങ്ങണം ആദ്യമേ. ഞങ്ങളൊക്കെ തലേ കൂടെ വണ്ടി ഓടി തന്നെയാ നടന്നത്. ഓരോരുത്തരും ഇവിടെയുള്ള 16 പേരും ഈക്വലി എഫേർട്ട് എടുത്തിട്ടുണ്ട്. സന്തോഷ് കീഴാറ്റൂര് ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴപ്പോ ഓരോ കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ വിളിച്ച് ചോദിക്കുക, ആ ടെൻഷൻ അനുഭവിക്കുക അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? എല്ലാവരും അവരവർക്ക് ഏൽപ്പിച്ച ജോലി. നിങ്ങൾക്ക് മാത്രം എന്താ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്? നിങ്ങൾക്ക് എന്താ വന്നത്? നിങ്ങൾക്ക് എന്ത് എക്സ്ട്രാ ഫിറ്റിംഗാ വന്നത്? ഇത് എല്ലാരും ഞാൻ ഇവരോട് എനിക്ക് ഇവരെ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇവരെ കണ്ണെടുത്താ കണ്ടൂടാ. ഞാൻ ഇവർക്ക് എന്ത് വൈരാഗ്യം ചെയ്തെന്ന് എനിക്ക് അറിയില്ല. തുടക്കം തൊട്ടിട്ട് ഈ സ്ത്രീ എന്നോട് എങ്ങനെ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർത്തത് ഞാനൊക്കെ അവരെ ഇഗ്നോർ ചെയ്തപ്പോ രാവിലെ തന്നെ ഇത് മുഴുവൻ കേട്ടാൽ തലവേദന ഒരു മനുഷ്യന്. കാരണം ഞാൻ എന്തോ സംഭവമാണ്, ഞാൻ എന്തോ സംഗതിയാണ് എന്നുള്ളതല്ലാതെ ഇവരെന്താണ് പറയുന്നത്? ഇവര് സ്വയം ഞാൻ എന്നല്ലാതെ ഈ പറയുന്ന വാക്കുകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരേ വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ, അഹം, ഞാൻ. ഈ അഹങ്കാരത്തിന്റെ ഏറ്റവും മൂർത്തിഭാവമായ വാക്കാണ് ഞാൻ, എനിക്ക്. നമ്മൾ എന്ന് പറയുന്നില്ല അവര്. ഒരു വാക്കുകൊണ്ട് പോലും സംസാരിക്കുമ്പോ നമ്മൾ, നമ്മുടെ സംഘടന എന്നവര് പറയുന്നില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇവര് തമ്മിലുള്ള വാട്സാപ്പ് കൂട്ടായ്മ, അതായത് ഈ പറയുന്ന 14 പേരുടെ വാട്സാപ്പ് കൂട്ടായ്മയിൽ വന്നിട്ടുള്ള ഇട്ട ഒരു വോയിസ് ആണ്. ഒരു മണിക്കൂർ അങ്ങാണ്ട് നീളമുണ്ട്, കാളമൂത്രം പോലെ നീണ്ടു പോകുന്ന ഒരു വോയിസ് ആണ്. ഇതിന്റെ വായ തുറന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്കിത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല, ഇത് കേട്ട് നിൽക്കാൻ പറ്റില്ല. ഒരു മനുഷ്യനായവർക്ക് പിന്നെ കേട്ടു നിൽക്കാൻ പറ്റില്ല. അതിന് മാത്രമുള്ള പേഷ്യൻസ് ഒന്നും ഒരാൾക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല.
അത്രത്തോളം നീചമായ ഒരു ഒന്നോ രണ്ടോ വാക്കിൽ നമുക്കൊരു ദേഷ്യം വന്നു, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ നമുക്കൊരു കംപ്ലൈന്റ് ഉണ്ടായി, അതൊരു ചെറിയൊരു വോയിസിൽ ആ പറയേണ്ട ഒന്ന് രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് പറയാന്നുള്ളതല്ലാതെ നീനാക്കുറുപ്പ് എപ്പം മരിക്കും, എങ്ങനെ മരിക്കും, പുഴുത്താണോ മരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കും സ്ത്രീയെ എന്നൊക്കെ പറഞ്ഞിട്ട് പച്ചത്തെറിയും പുലഭ്യം പറയുന്ന ഈ ഭാഷ, ഈ സംഗതികളൊക്കെ ഇത് എന്തെന്നാണിത്? ഒരു അഭിനേത്രി ചെയ്യുന്നതാണ്, ഒരു കലാകാരിയുടെ അഭിനയം. അതായത് ഇതിലിപ്പോ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, അവരവരുടെ കുട്ടിക്കാലത്ത് പഠിച്ച ശീലങ്ങളൊന്നും എന്ത് സനാതന ധർമ്മത്തിലോട്ട് വന്നാലും അല്ലെങ്കിലും ഒരു മനുഷ്യനും ഏത് മതത്തിൽ ജനിച്ചാലും അത് മറക്കാൻ പോകുന്നില്ല. അവനവന്റെ കുട്ടിക്കാലത്ത് പിന്നെ വേണമെങ്കിൽ നമ്മൾ വലുതാവുമ്പോൾ നമ്മുടെ സ്വയബുദ്ധിക്ക് അനുസരിച്ച് നമ്മൾ മാറണം. അത് സ്വന്തം ഒരു കഴിവായിട്ട് നമ്മൾ സ്വയബുദ്ധിക്ക് നല്ലത് കാണുമ്പോൾ നല്ലത് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് നന്മയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും എനിക്ക് അനുഭവം ഉള്ളതാണ്. മിണ്ടുമ്പോഴേക്കും ദേഷ്യം വരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇതേപോലെ ലൈവ് ഇടുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പ്രതികരണം വന്നു കഴിഞ്ഞാൽ എന്താ പറയാന്നൊന്നും എനിക്ക് യാതൊരു വെളിവുമില്ലാത്ത ആളാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാനും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ ലൈവ് ഇടുന്ന പ്രോഗ്രാമുകളും രാഷ്ട്രീയവും പോലെ അല്ലല്ലോ. സാധാരണ ഒരു സംഘടനയിൽ നിൽക്കുന്ന ഒരു സ്ത്രീ അവരുടെ വാട്സാപ്പ് കൂട്ടായ്മയിൽ പറയേണ്ട പുലഭ്യങ്ങൾ ഇങ്ങനെയാണോ? എന്തുമാത്രം മര്യാദകേടാണ് പറയുന്നത്. അതും നീനാക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു സ്ത്രീ. ഇതെല്ലാം ഇവർ പറഞ്ഞു കഴിഞ്ഞിട്ടും ഒരിക്കലും നീനാക്കുറുപ്പ് എന്ന് പറയുന്ന, അത് അവിടെയാണ് സ്റ്റാൻഡേർഡ്. നീനാക്കുറുപ്പ് എന്ന് പറയുന്ന സ്ത്രീ അതിനകത്തൊരു വാക്ക് പോലും അവരതിന് പ്രതികരിച്ചില്ല. അവർക്ക് മൗനമായിരുന്നു ഏറ്റവും വലിയ ആയുധം. ആ ആയുധത്തിന്, വജ്രായുധത്തിന്റെ ഫലം കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും വലിയ സംഗതികളിൽ ഇവർ വിളിച്ചു പറഞ്ഞിട്ട് ഇത്രയും ഫ്രസ്ട്രേഷനോട് കൂടിയിട്ട്, ഇവർക്ക് ഒരുതരം ഫ്രസ്ട്രേഷനാണ്. എന്തോ ലൈഫിനോട് ആരോടൊക്കെയോ ഉള്ള കലി തീർക്കാണ്. ഇവർക്ക് ഒരിക്കലും ആ കലാകാരിയായിട്ടുള്ളൊരു കുട്ടി പരിപാടി അവതരിപ്പിക്കാത്തതൊന്നും അല്ല ഇവരുടെ പ്രശ്നം. ഇവർക്ക് എന്തോ ഒരു ഫ്രസ്ട്രേഷനാണ് വ്യക്തിപരമായിട്ട്. അതാണ് ഇവർ മറ്റുള്ളവരോട് തീർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും ഇവര് ഈ കാളമൂത്രം പോലെ നീളമുള്ള ഒരു വലിയൊരു വോയിസ് മെസ്സേജിന് നീനാക്കുറുപ്പ് എന്ന് പറയുന്ന സ്ത്രീ ഒരു അക്ഷരം തിരിച്ച് ഇവരോട് പറയുന്നില്ല. അതാണ് അവര് കുടുംബത്തിൽ പറഞ്ഞതെന്ന് പറയാൻ ഞാൻ നിർബന്ധിതയാവുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് കുക്കു പരമേശ്വരൻ, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരൻ അതിന് മറുപടി പറഞ്ഞു. വളരെ മാന്യമായിട്ടുള്ള ഭാഷയിൽ അവര് പറഞ്ഞു, ലക്ഷ്മി പ്രിയ, ഇതൊരു ഗ്രൂപ്പിൽ പറയേണ്ടതോ ഒരു സംഘടനയിൽ പറയേണ്ട ഭാഷയല്ല, ഇതുപോലെ സംസാരിക്കേണ്ട ആവശ്യവുമില്ല നിങ്ങൾക്ക്. ഇത് ഒരു തരത്തിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയുമല്ല. നിങ്ങൾ പറഞ്ഞത് അങ്ങേയറ്റം കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് കുക്കു പരമേശ്വരൻ അതിന്റെ ഒരു മറുപടിയും കൊടുത്തു. ആ മറുപടിയും ഇതിന്റെ അവസാനമുണ്ട്. അപ്പോ ഏതൊരു മനുഷ്യനായാലും ചൊട്ടയിലെ ശീലം ചുടല വരെയാണ്. എവിടെ ചെന്നാലും എവിടെ പോയി ആയാലും ശരി, ഈ നമ്മൾ പറയുന്ന ഓരോരോ കാര്യങ്ങളിലും, നമ്മൾ പറയുന്ന ഓരോരോ അവസ്ഥകളിലും അതെവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ എവിടെ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കിതിൽ കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. കുറച്ചും കൂടെ എന്നുമായിട്ടുള്ള എന്തോ കുഴപ്പമല്ലേ അവർക്ക് എന്താ പ്രശ്നം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ല. അതായത് ഇതിൽ പറയുന്ന ഒരു ഭാഷകള് ഒരു ഭാഷയും കൂടെ കേട്ടു പിടിച്ചു വെച്ചാൽ നിങ്ങൾ ചെയ്ത് ഒട്ടും മര്യാദയായില്ല. പിന്നെ നിങ്ങൾ അറിയിക്കുന്ന രീതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിന് നിങ്ങളാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിന് ഞങ്ങൾ 16 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? നിങ്ങൾ എന്താ കടന്ന് കാണിച്ചത്? അവനവനൊന്ന് ഒതുങ്ങണം ആദ്യമേ. ഞങ്ങളൊക്കെ തലേ കൂടെ വണ്ടി ഓടി തന്നെയാ നടന്നത്. ഓരോരുത്തരും ഇവിടെയുള്ള 16 ചേർന്ന് ഒരു വ്യക്തിയെ പറഞ്ഞതാ. ഞാൻ ഓർത്ത് എന്നെ നിങ്ങൾക്ക് പേഴ്സണൽ, എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കേടൊന്നുമില്ല. ഇത് പറയുന്ന ഈ നിമിഷവും എനിക്ക് നിങ്ങളോട് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ച് നിങ്ങൾ എടുത്ത എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്ക് ത്രോട്ട് സുഖമില്ല, ത്രോട്ട് പഴുത്തിരിക്കുകയാണ്. ഇത്ര ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ടാണ് ഞാനൊക്കെ അവിടെ പ്രോഗ്രാമിന് നിന്നത്. അറിയോ നിങ്ങൾക്ക്? റോണി ചേട്ടനെ ഇന്നലെ രാത്രി 11:30 വിളിച്ച് എന്താ ഇനി എന്ത് മെഡിസിൻ അതിന്റെ കൂടെ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ്. ഇല്ലാത്ത തൊണ്ട ഉണ്ടാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കേട്ടോ സ്ത്രീയെ? ഞാൻ എന്നിട്ട് നിങ്ങളെ ഇന്ന് വിളിച്ച താങ്ക്സ് പറയണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ആ കുഞ്ഞ് കേറാത്തതിന്, ആ കുഞ്ഞിനെ എല്ലാവരും ചീത്ത പറഞ്ഞു സ്റ്റേജിൽ കയറുന്നതിന്. നീ എന്തിനാ ലക്ഷ്മി അങ്ങനെ ചതിച്ചതെന്ന് ചോദിച്ചിട്ട് എല്ലാരും ആ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞപ്പം ആ കുഞ്ഞ് കരഞ്ഞോണ്ട് ഇന്ന് അത് അയച്ച വോയിസ് മെസ്സേജ് ഞാൻ വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ടുതരാം. ആ കുഞ്ഞ് ഡ്രസ് ചെയ്ത് വന്ന കുട്ടിയാണ്. അതിന് ഇവരെ പിടിച്ചു വെച്ചു. ഈ സ്ത്രീക്ക് ആരാ ഇത്രയൊക്കെ ശരി? ഇവരെന്താ പോലീസോ? ഇവരാണോ അമ്മയുടെ പ്രസിഡന്റ്? ഇവരാരാ? എനിക്കൊന്ന് പറഞ്ഞോ നിങ്ങള്? ഇവര് നമ്മളെ പോലെ ഒരു മെമ്പർ മാത്രമല്ലേ ശ്വേത ചേച്ചി, കുക്കു ചേച്ചി? നമ്മളെല്ലാം കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ഇതാണ് നമ്മുടെ കുടുംബം. അമ്മ എന്ന് പറയുന്ന സംഘടനയാണ് നമ്മുടെ കുടുംബം. ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്, അല്ലാതെ നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്. മനസ്സിലായ? ഞാൻ എടുത്ത റിസ്ക് അത് ആരും എടുക്കാൻ തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. എന്റെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് എടുത്ത റിസ്ക്.
ഞാൻ ആ അമ്മമാരുടെ കണ്ണുനീര് വീഴ്ത്തിയ ഒരുത്തിയുണ്ടല്ലോ, നീ പുഴുത്തേ ചാവുള്ളൂ. ദൈവമേ. നോക്കിക്കോടി, ഉയ്യോ. നിനക്ക് എന്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ശാപം നിനക്കുണ്ടാവും. അച്ചോ. നീ ഇത്ര വൃത്തികെട്ടവളാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓഹോ. നീ എന്റെ പേരിൽ എനിക്കൊണ്ട് കേസ് കൊടുത്താലും എനിക്കൊരു കുന്തോ ഇല്ല, മനസ്സിലായ? നിനക്കുണ്ടല്ലോ ഒരു കാലത്തും നീനാക്കുറിപ്പെ ഞാൻ പറഞ്ഞു തരികയാണ്, നിന്റെ അന്ത്യം ഉണ്ടല്ലോ ഞങ്ങളെല്ലാം കാണും. ഞാൻ ജീവിച്ചിരിപ്പില്ലെങ്കിലുണ്ടല്ലോ കാണുന്നവരുണ്ടാവും, എന്റെ ആത്മാവെങ്കിലും കാണും അത്. നീ നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നീ പുഴുത്തേ നീ ചാവുള്ളൂ. നോക്കിക്കോ, ഇതിന്റെ പേരിൽ എന്റെ പേരിൽ എന്ത് നടപടി വന്നാലും എനിക്കൊരു കുന്തോ ഇല്ല. കൃഷ്ണ, നീ ആരാ ഇവിടുത്തെ? നീ ഗുരുവായൂർ എന്താ ഞങ്ങളുടെ ആണുങ്ങളെല്ലാം നീ എന്തൊക്കെയായിരുന്നു കടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? നാരായണ. അവരെ കേറ്റിയില്ല, ഇവരെ കേറ്റിയില്ല. എന്താ നിനക്ക് പ്രിയപ്പെട്ടവര് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്? ഞങ്ങളെല്ലാരും ഒരുപോലെയാണ് കാണുന്നത്. ആടി. ഞങ്ങൾക്ക് എയിൽ തുടങ്ങുന്ന അംഗം തൊട്ട് സിയിൽ വരുന്ന അംഗം വരെ ഞങ്ങൾക്ക് ഒരുപോലെയാണ്. പിന്നെ മനസ്സിലായില്ലേ? അതെ, നമ്മൾക്ക് ഒരു വേർതിരിവ് ആരോടും ഇല്ല. ഇല്ല, ഞങ്ങൾക്ക് ആരും വലുത് ഒരാൾ ചെറുതെന്നില്ല. അച്ചപ്പോ. ഞങ്ങൾ പണിയെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഓഹോ നിങ്ങൾ പണിയെടുക്കുന്ന പെർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഓഹോ. ഇത് മാത്രമല്ല, ഞാൻ എന്റെ പ്രോഗ്രാമിൽ പ്ലാൻ ചെയ്ത പലരെയും കൊണ്ടുപോയത് എനിക്കറിയാം. പക്ഷെ ചിലരൊക്കെ ഉണ്ടല്ലോ ബോൾഡ് ആയിട്ട് നിന്നോട് ഞങ്ങൾ ആ പ്രോഗ്രാമിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ നിന്നതും എനിക്കറിയാം. മനസ്സിലായ? നിങ്ങൾക്ക് എന്താ സ്പെഷ്യൽ? എന്ത് കിട്ടും നിങ്ങൾക്ക് എന്താ കിട്ടിയത്? നിങ്ങൾക്ക് കിട്ടിയത് ഇതാണ്. നിങ്ങൾ അറിഞ്ഞോ? കുറെ ശാപവും കുത്തുവാക്കുമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതം മുഴുവനും അതായിരിക്കും. ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് നിങ്ങൾക്ക് എന്നോട് മാത്രമേ പ്രശ്നമുള്ളെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എനർജീസ് തമ്മിൽ ചേരുന്നുണ്ടാവില്ല. ചിലരോട് നമ്മളോട് അവർ ഒരു ശത്രുതയും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് ചിലര് ശത്രുക്കളായിരിക്കും, നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അതായിരിക്കും. എനിക്ക് നിങ്ങളോടൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നോട് അങ്ങനെയാണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. നിങ്ങൾക്ക് എന്ത് കഴിവാ ഉള്ളത്? നിങ്ങൾ അതൊന്ന് പറ. ഈ ആൾക്കാരുടെ അടുത്ത് വഴക്കിടാനും അവരുടെ മേത്ത് കുതിര കയറാനും അവരെയൊക്കെ ചീത്ത പറയാനും അവരെ വെറുപ്പിക്കുക എന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് കഴിവുണ്ട്? നിങ്ങൾ ആരാ? വിശ്വാസര നടിയോ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എങ്ങനെയാ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടിയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ എന്ത് ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ളത്? നിങ്ങൾ എടുത്ത ക്യാരക്ടേഴ്സ് ഒന്ന് എടുത്തെടുത്തെടുത്ത് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യും. നിങ്ങൾക്ക് എന്തോ ഈശ്വര ഭാഗ്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ സിനിമയിൽ വന്നു. നിങ്ങൾ ഇത്രയും വലിയ മഹത്തായ ഒരു സംഘടനയിൽ നിങ്ങൾ മെമ്പറായി. അത്രേ ഉള്ളൂ നീനാക്കുറുപ്പ് മാഡം, അത്രേ ഉള്ളൂ. ആർക്കും ഇല്ലാത്ത സ്പെഷ്യാലിറ്റി ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ വിശ്വോത്തര നടിയായതുകൊണ്ടല്ല നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല, നാക്ക് പോലും നിങ്ങൾക്ക് തിരിയില്ല. ചേമ്പ് പുഴുങ്ങിയത് വായിലിട്ടതുപോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പരസ്യമാണ്, സോറി. ചേമ്പ് പുഴുങ്ങി വായിലിട്ട പോലെയാണ് നീനാക്കുറുപ്പ് സംസാരിക്കുന്നത്. അവർക്ക് അഭിനയിക്കാൻ അറിയില്ല, അവർക്കൊരു കഴിവുമില്ല. നിങ്ങൾ എന്താണ് സ്ത്രീയെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് സ്വയം എന്നൊക്കെയായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് കാക്ക പ്രാഗിയിട്ടാണോ പോത്ത് ചാവുന്നത്? ഈശ്വര, ബീഫ് ഫസ്റ്റ് നടക്കുന്ന സമയമാണ്, അതൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അപ്പൊ ഇതിനകത്ത് ഒരു പഴമൊഴി പറയും സാധാരണ, കാക്ക പ്രാവിട്ടല്ലേ പോത്ത് ചാവുന്നതെന്ന്. എത്രയേ നമുക്കിതിനോട് പറയാനുള്ളൂ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ വായിലെ നാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചു നേരത്തെ വെച്ചത്. ഈ പരസ്യം ഒന്ന് കഴിഞ്ഞോട്ട് അടുത്തതും കൂടെ കേൾപ്പിക്കാം. സോറി. ഓക്കെ. സംസാരിക്കുന്നത് ഇംഗ്ലീഷ് പറഞ്ഞാലും മലയാളം പറയാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ സൗന്ദര്യം, നിങ്ങളെക്കാട്ടിലും സൗന്ദര്യമുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ എന്റെ അമ്മയെ കണ്ടു നോക്കണം. മനസ്സിലായ? എന്റെ അമ്മ എന്ത് സുന്ദരിയാണ് നിങ്ങളെക്കാട്ടിലും. എന്റെ അമ്മയുടെ പെരുമാറ്റം എന്ത് നല്ല പെരുമാറ്റമാണ്. നിങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ പ്രായത്തിനെ മാത്രമേ ബഹുമാനിക്കുന്നുള്ളൂ, അല്ലാതെ മലയാള സിനിമയ്ക്കോ ഈ സമൂഹത്തിനോ, നമ്മളെ കൊണ്ട് സമൂഹത്തിനോ എന്തെങ്കിലുമൊക്കെ ഉപയോഗം ഉണ്ടാവണം നീനാക്കുറുപ്പ് മാഡം. ഈ സമൂഹത്തിനോ എന്തെങ്കിലും ചെയ്തായിട്ട് എന്റെ അറിവിലില്ല. നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇവിടെ 1000 പേരുണ്ട്. ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് അഭിനയിക്കാം. അല്ല, നിങ്ങൾ അഭിനയിച്ച് ബലിപ്പിച്ച എന്ത് ക്യാരക്ടറായി ഇവിടെ ഉള്ളേ? നിങ്ങൾ പറ. നിങ്ങൾ പിന്നെ എന്ത് വേഷം കെട്ടായി കാണിക്കുന്നത്? നിങ്ങൾ യങ് ആയിട്ടിരിക്കുന്നതോ? അത് നിങ്ങളുടെ മിടുക്ക്, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതൊന്നും എന്നെ സംബന്ധിച്ച് അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നര വീണ നരയിട്ട് നടക്കും, വണ്ണം വെച്ചാൽ വണ്ണം ഉള്ള പോലെ നടക്കും. അതൊന്നും എന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു എന്താ പറയാ എന്തെങ്കിലും ആയിട്ട് ഞാൻ കാണുന്നില്ല സൗന്ദര്യത്തിന്. സൗന്ദര്യം എന്ന് പറഞ്ഞൊരു ഘടകമേല, നമ്മുടെ മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത്. മനസ്സാണ് എല്ലാം. ആ മനസ്സ് നിങ്ങൾക്കില്ല. നിങ്ങളുടെ മനസ്സ് മൊത്തം വിഷം മാത്രമാണ്. മനസ്സിലായോ? വിഷം മാത്രമാണ് നിങ്ങളുടെ മനസ്സ്. നിങ്ങളുണ്ടല്ലോ, ഞാൻ വീണ്ടും പറഞ്ഞ് നിങ്ങൾ ഗതി പിടിക്കൂല. ഇത് എല്ലാരും അറിയാൻ വേണ്ടിട്ട് ഞാൻ പരസ്യമായിട്ട് വന്നത്. സ്റ്റേജിൽ മൈക്കെടുത്ത് പറയേണ്ട കാര്യമാണ് ഞാൻ ഇപ്പൊ ഈ പറയുന്നത്. നമ്മൾ 17 പേര് നിന്നു. ഇത് ഔട്ടായി പോണെങ്കിൽ ഔട്ടായി പൊക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്താണ് നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയത്? എന്ത് പ്രഷറാണ് ആൾക്കാർക്ക് കൊടുത്തത്? നിങ്ങൾ കാരണം രാത്രി 12:30 മീറ്റിംഗ് വിളിക്കേണ്ടി വരുന്നു.
ഇവിടെ എന്താ പണിയെടുക്കുന്നവരായില്ലേ? കേറ്ററിംഗിന്റെ ആൾക്കാർ വരെ വന്നിട്ട് എന്താ മാഡം അവരിങ്ങനെ അതെ അപ്പൊ പബ്ലിക്കാണ്. അതെ അവർക്ക് അമ്മയില് ഫുഡ് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെ അവര് പുറത്തുള്ളവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്ക്. അവര് പോലും നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഇതാണോ നമ്മൾ കൊടുക്കേണ്ട സാമൂഹിക സന്ദേശം? ഇതാണോ? അല്ലല്ല അമ്മ എന്ന് പറയുന്നത് സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും മിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അതെ അതിന്റെ റെപ്യൂട്ടേഷൻ മുഴുവനും കീപ്പ് ചെയ്യാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ അവിടെ കിടന്ന് ചീത്ത പറയുമ്പോ അത് ആ കണ്ടുകൊണ്ട് നിൽക്കുന്ന അമ്മ എന്ന ആൾക്കാരുണ്ട്. സംഘടനയുടെ റെപ്യൂട്ടേഷനിലാണ് മായും കായും പൂവും ഒക്കെ കയറി വന്നത്. ശാപങ്ങള്, നിങ്ങൾ ഗതിക്കില്ലടി, നീ ഗതി പിടിക്കില്ലടി, നീ അങ്ങനെയാവില്ലടി എന്നൊക്കെ പറയുന്ന അവസ്ഥ വന്നതൊക്കെ ഇതിലാണ്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ആരാണോ ഈശ്വര ഇതിനകത്ത് വിളിക്കുന്നത്. എനിവേ, അപ്പോ എന്താണെങ്കിലും ശരി, ഇതുപോലുള്ള സംസാര രീതികൾ കേട്ടിട്ട് അവസാനം ഇതില് കുക്കു പരമേശ്വരൻ ഒരു മറുപടി പറയുന്നുണ്ട്. ഈ ഒരു ആർട്ടിസ്റ്റ് ഇല്ലാന്ന് നമ്മൾ മാഡം, നിങ്ങൾക്ക് പുരുഷന്മാരോട് നിർപ്പാണ്. നിങ്ങൾക്ക് ഈ ലോകത്തുള്ള സകലതിനോട് ഇതില് കുക്കു പരമേശ്വരന്റെ മറുപടിയും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് കേട്ടോളൂ. നിങ്ങൾക്കില്ലാത്തത് ഞങ്ങൾക്കുള്ളതുമായിട്ട് സാധനമുണ്ട്. വിവേക ബുദ്ധി. നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ ആരുടെ മുന്നിലാ നിൽക്കുന്നത്, ഏത് സദസ്സിലാ നിൽക്കുന്നത് എന്ന്. നിങ്ങൾ ഒരു സ്ത്രീയെ കൺട്രോൾ ചെയ്യാൻ എന്തെല്ലാം പാടുപെട്ടു. കാണിച്ചത് സെറ്റത്തരായിപ്പോയി, തെമ്മാടിത്തരായിപ്പോയി. ഇത് അവസാനിക്കുന്നില്ല. നടീനടന്മാരടങ്ങിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉണ്ടാവാം, ദേഷ്യമുണ്ടാവാം, എതിർപ്പുണ്ടാവാം. കുക്കു പരമേശ്വരൻ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ളതാണ്. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യണം. ആര് തെറ്റ് ചെയ്തു, ആര് ശരി ചെയ്തു എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാം. ആരാണെങ്കിലും ദിസ് കൈൻഡ് ഓഫ് റിയാക്ഷൻ, ഇതുപോലെയുള്ള സംസാരം, അത് സംസാരിക്കുന്നവരെയാണ് പുറത്തു കാണിക്കുന്നത്. പ്ലീസ് ഇങ്ങനെ സംസാരിക്കരുത്. ഇതല്ല അമ്മ. നീനാക്കുറുപ്പ് എന്താണ് പ്രതികരിക്കുന്നത് എന്നറിയാൻ കുക്കു പരമേശ്വരൻ കുടുംബത്തിൽ പിറന്ന ഒരു സ്ത്രീയുടെ പാഠവത്തോടു കൂടിയിട്ടാണ് മറുപടി കൊടുത്തത്. ഇതൊരു സംഘടനയാണ്, ഇവിടെ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്, ഇതല്ല പ്രതികരിക്കേണ്ട രീതി എന്നെല്ലാം അവർ പറഞ്ഞ് വളരെ ഭംഗിയായിട്ട് അവര് വളരെ കുറച്ച് വാക്കുകളിൽ അവര് മറുപടിയും കൊടുത്തു. അപ്പോ ഈ പറയുന്നത് എന്താണെങ്കിൽ കൂടിയിട്ടും നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളുടെയും സ്വഭാവങ്ങള്, ഇപ്പൊ കുടുംബത്തിൽ പിറന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ അവർക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിക്കും. അത് കൊമ്പുണ്ടായിട്ടല്ല പറയുന്നത്. കുടുംബത്തിൽ പിറന്നതിന്റെ സ്വഭാവം കാണണമെങ്കിൽ കുടുംബത്തിൽ പിറക്കണം. കുടുംബത്തിൽ പിറക്കുക എന്ന് പറഞ്ഞാല് അതിന് പണമോ പ്രശസ്തിയോ ഒന്നുമല്ല അടിസ്ഥാനമായിട്ടുള്ള കാര്യം. കുടുംബത്തിൽ പിറക്കൽ തന്നെയാണ്. ആ കുടുംബത്തിൽ പിറന്നവരുടെ വാക്കുകൾക്കും സംസാര രീതികൾക്കും ഒരു മാറ്റം വേറെയാണ്. ഈ മാർക്കറ്റും ഈ തൊഴിലുറപ്പും പോലുള്ള സംഗതികളിൽ നടക്കേണ്ട രീതിയിലുള്ള പരിപാടികൾ നടത്തേണ്ടത് അവരുടെ രീതിയാണ്. എന്താണെങ്കിലും ശരി, ഒരു മനുഷ്യനും ഒരു മനുഷ്യന്റെ വിധിയെ മാറ്റി എഴുതാനോ ഗതിയെ മാറ്റിവിടാനോ ഒരാൾക്കും സാധിക്കില്ല. കാക്ക പ്രാവിയിട്ടൊന്നും പോത്ത് ചാവില്ല എന്നൊരു പഴമൊഴിയോട് കൂടിയിട്ട് ഞാൻ പറയാണ്. ആരുടെ ശാപങ്ങളും ആർക്കും ഫലിക്കാൻ പോകുന്നില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് അവസാനിക്കുന്നത് വരെ അവന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ ഘട്ടങ്ങളും അത് വിധിയാണെന്ന് മാത്രം, അതായത് വിധിയെ തോൽപ്പിക്കാൻ ഈ ഭൂമിയിൽ ഒരു ഈശ്വരന്മാർക്ക് പോലും കഴിയില്ലെന്ന് വിചാരിക്കുന്ന അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ വിധി തന്നെയാണ് വലുത്. അപ്പൊ ആ വിധിയെ തോൽപ്പിക്കാൻ അത് ഓരോ മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ പടിപടിയായിട്ട് വരേണ്ട കാര്യങ്ങൾ, ഓരോ ദിവസത്തെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കണക്കുകൂട്ടലൊന്നും എവിടെയും നിൽക്കാറില്ല. ഒക്കെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് പോവാറുണ്ട്. ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ട്വിസ്റ്റുകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം വിധിയെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വിധിക്ക് കീഴടങ്ങി ജീവിക്കാനേ പറ്റുള്ളൂ. ഒരിക്കലും ഒരാൾ ഇപ്പൊ വളരെ പുണ്യത്തോടു കൂടിയിട്ടും എല്ലാ സമയവും പ്രാർത്ഥനയും നല്ല മനസ്സോടു കൂടിയിട്ടും നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് നടക്കുന്ന വ്യക്തികളൊക്കെ അവസാന സമയങ്ങളിൽ ഒരുപാട് നരകിച്ച് മരിക്കാറുണ്ട്. അതൊരിക്കലും അവരുടെ ജീവിതത്തിലുണ്ടായ അവർ ചെയ്ത ശാപങ്ങളുടെ ഫലമായിട്ടൊന്നുമല്ല. ഒരിക്കലും ഏതൊരു മനുഷ്യനും അവസാന കാലങ്ങളിൽ എങ്ങനെ അവസാനിക്കുന്നൊന്നും ആർക്കും വിധി എഴുതാൻ പറ്റില്ല. നമ്മൾ ആരും ഈ പറയുന്ന ദുർവാസാവിന്റെ പെങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ യമധർമ്മന്റെ പെങ്ങളുമല്ല. ഇവർക്ക് ശാപം കൊടുത്തിട്ട് നീ ഇന്ന സമയത്തെ മരിക്കുള്ളൂ, നീ ഇന്ന പോലെ മരിക്കുള്ളൂ, നീ പുഴുത്തേ ചാകുള്ളൂ എന്നൊക്കെ പറയാനായിട്ട് അതിന് മാത്രമൊന്നും അത്രയ്ക്കൊന്നും സംഗതി ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എന്തായാലും ശരി, വളരെ മോശമായി പോയി. ഞാൻ ഈ ഒരു കാര്യത്തില് നീനാക്കുറുപ്പിന്റെ ഒപ്പം തന്നെയാണ്. അന്നും ഇന്നും നീനാക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല വ്യക്തിത്വമുള്ള സ്ത്രീയാണെന്ന് ഇന്നും അവർ തെളിയിച്ചു. അവരുടെ വ്യക്തിപരമായ അവര് മിണ്ടാതിരുന്ന അവരുടെ മൗനം കൊണ്ട് തന്നെ അവർ മറുപടി കൊടുത്തു. അവരുടെ മൗനം തന്നെയായിരുന്നു വജ്രായുധം. അത് തന്നെയാണ് ഏവർക്കും അഭികാമ്യമായിട്ടുള്ള ഒരു സംഗതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതുപോലെ പറയുന്ന, ഇതുപോലെ നാക്കിട്ടലയ്ക്കുന്ന ഈ തരത്തിലുള്ള ആൾക്കാർക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു കലാകാരിയല്ലേ, ആ കലയെ ബഹുമാനിക്കണ്ടേ? നമ്മളിപ്പോ പറയുന്നുണ്ടല്ലോ, ഞാൻ 2-2.5 മണിക്കൂർ സ്റ്റേജിൽ നിന്നിട്ട് ഒരേ നാടകം കളിക്കുന്ന വ്യക്തിയാണ് ഞാൻ, എനിക്ക് അതിനുള്ള കഴിവുണ്ട്. സ്ത്രീയെ നിങ്ങൾക്ക് എന്ത് കഴിവുണ്ട്?
ഒരു കലാകാരി മറ്റൊരു കലാകാരിയോട് കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കലാകാരിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിലൊന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ എത്രത്തോളം മോശമാണെന്ന്. അപ്പം എനിവേ, വിനാശകാലേ വിപരീത ബുദ്ധി ലക്ഷ്മിപ്രിയ, ഇതിന് അത്രയ്ക്കേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ നാക്ക് ഇതുപോലെ മറ്റുള്ളവരെ ശാപവാക്കുകളായിട്ട് പറയുമ്പോൾ, ഒരു ശാപം ഒരാൾക്ക് കൊടുക്കുമ്പോൾ 9 ശാപം നിങ്ങളുടെ തലയിലേക്കാണ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അത് അവരവർ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. ഇതിന്റെ പേരിൽ ഇനിയിപ്പോ നിങ്ങൾ എന്ത് നിയമ നടപടിക്ക് പോയാലും ഐ ഡോണ്ട് കെയർ, ഡസന്റ് മാറ്റർ. അപ്പോ എന്നെ കേട്ട എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഏവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.